നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഗാന്ധിയുടെ മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിനോടനുബന്ധിച്ച് ഡ്രഗ്സിനെ കുറിച്ച് ഒരു 2 വാക്ക് പറയാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രാപ്പിക് സബ്സ്റ്റൻസ് ആക്ട് 1985 ഓർ NDPS ആക്ട് എന്നാണ് നമ്മൾ ഡ്രഗ്സിനെ കുറിച്ചുള്ള ഒരു നിയമം ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അത് ഡ്രഗ്സിൻ്റെ ഉൽപ്പാദനം, നിർമ്മാണം, കൈവശം വയ്ക്കൽ, വിൽപ്പന, വാങ്ങൽ, അത് കടത്തുക, നമ്മൾ ഉപയോഗിക്കുന്നില്ല, അത് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ കടത്തുക എന്നുള്ളതിലെല്ലാം ഈ നിയമപ്രകാരം, ഇതിലെ സെക്ഷൻസ് പ്രകാരം നമ്മൾ കുറ്റക്കാരാണ്. ഇതിൻ്റെ അളവ്, എത്രത്തോളം അളവാണ് ഇതിൽ നമ്മൾ വച്ചിരിക്കുന്നത്, ക്വാണ്ടിറ്റി എത്രയുണ്ട് എന്നുള്ളതിനെ ബന്ധപ്പെട്ടിട്ട് NDPS ആക്റ്റിൽ നമുക്ക് ഒരു കൊല്ലം മുതൽ 20 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റകരമാണ് ഈ പറഞ്ഞ പർട്ടിക്കുലർ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ. ഒപ്പം ഒരു കഞ്ചാവ് ചെടി നമ്മൾ നട്ട് പരിപാലിച്ചതായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ 10 വർഷം വരെ നമുക്ക് തടവ് കിട്ടുന്ന ഒരു കുറ്റകരമാണ് ഈ പർട്ടിക്കുലർ കാര്യത്തിൽ. ഇനി എന്താണ് ഇത് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് ചിന്തിക്കാം. നമുക്ക് വ്യക്തമായിട്ട് ചിന്തിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. ശ്രദ്ധക്കുറവുണ്ടാകും നമുക്ക് ഭയങ്കരമായിട്ട്. അതുപോലെ തന്നെ ഹ്രസ്വകാല ഓർമ്മ, ഷോർട്ട് ടൈം മെമ്മറി നമ്മുടെ ലൂസായി പോകും. അതുപോലെ ഹൃദയമെടുപ്പും വിശപ്പും കൂടും. അതുപോലെ കാഴ്ചകളോടും അതുപോലെ തന്നെ ശബ്ദങ്ങളോടും അസാധാരണമായിട്ടുള്ള നമുക്ക് പറ്റുന്നില്ല, അങ്ങനെയുള്ള രീതിയിലേക്കുള്ള ഒരു ഇത് വരും. അതുപോലെ തന്നെ സങ്കടവും ഭയവും നമുക്കുണ്ടാക്കും. പിന്നെ അതുപോലെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ അവരുടെ ശാരീരിക വളർച്ചയ്ക്ക് ഭയങ്കരമായിട്ട് തടസ്സം ഉണ്ടാവും. ശ്വാസകോശ കലകൾക്കും ക്യാൻസറിനുമെതിരെ പോരാടുന്ന നമ്മളെ അണുക്കളുണ്ട് നമ്മുടെ ശരീരത്തിൽ, അവയെ ഇല്ലാതാക്കുക. അതുപോലെ തന്നെ ഉത്കണ്ഠ ഉണ്ടാക്കുക, പരിഭ്രാന്തിയായിട്ടുള്ള വികാരങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ആരെങ്കിലും ഒക്കെ ആയിട്ട് മാനസികമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊരു തോന്നൽ വരിക. അതുപോലെ നമ്മളെ കുട്ടികളുണ്ടാകാനുള്ള സാധ്യതകൾ കുറയുക. അതുപോലെ തന്നെ വഴിതെറ്റിൽ, നമുക്ക് ഛർദ്ദിക്കാൻ വരിക, അബോധാവസ്ഥ, മരണം എന്നിവയ്ക്കൊക്കെ ഇത് കാരണമാകുന്നു. പലപ്പോഴും ഇത് ഒരു ഡേറ്റ് റേപ്പായിട്ടും മരുന്നായിട്ടും ഉപയോഗിക്കുന്നത്, അതായത് ഡേറ്റിങ്ങിന് പോയിട്ട് റേപ്പിംഗ് ചെയ്യാനായിട്ടുള്ള മരുന്നുകളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഈ സബ്സ്റ്റൻസ് നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇത് മെല്ലെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് കയറി വരിക. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മൾ ഡ്രഗ്സ് ഉപയോഗിക്കാണ്ടിരിക്കുക. നമുക്ക് ഡ്രഗ്സ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു നല്ല യുവജനതയായിട്ട് മാറാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് മാത്രം റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.